وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും മാതൃകയായ അധ്യക്ഷനവറുകൾ, ഉസ്താദുമാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പാവനമായ റബീഉൽ അവ്വൽ മാസത്തിൽ നിങ്ങളെയും എന്നെയും ഇവിടെ എത്തിച്ച അല്ലാഹുവിനെ നമുക്ക് ആദ്യം സ്തുതിക്കാം. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. 1400 സംവത്സരങ്ങൾക്കപ്പുറം മാനവ സമൂഹം അധപ്പതനത്തിന്റെ അഗാധ ഗർത്തത്തിലേക്ക് അധപ്പതിച്ചു കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അക്രമത്തിന്റെയും അനേകത്തിന്റെയും കൊടുങ്കാറ്റുകൾ ലോകമെങ്ങും അടിച്ചു വീശിയിരുന്ന കാലഘട്ടത്തിൽ സത്യമതത്തിന്റെ സുന്ദര സന്ദേശവുമായി പ്രവാചക പ്രഭു അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറേബ്യൻ മണ്ണിൽ ആഗതനായി. ജനന സമയത്ത് തന്നെ പല മഹാ അത്ഭുതങ്ങളും ദൃശ്യമായത് അവിടുത്തെ ശ്രേഷ്ഠതയ്ക്ക് മകുടം ചാത്തുന്നു. എന്നാൽ ചരിത്രകാലങ്ങൾ പോലും കാർക്കേച്ചിക്കുമെന്ന് വിശേഷിപ്പിച്ച ആ 6-ാം നൂറ്റാണ്ടിലെ ക്രൂരരും അക്രമികളുമായിരുന്ന ആ ജനവിഭാഗത്തിലേക്കായിരുന്നു സന്മാർഗത്തിന്റെ പൊൻപ്രഭ ചെരിഞ്ഞുകൊണ്ട് പ്രവാചകൻ കടന്നു വന്നത്. അപ്പോൾ അവർ നബിയെ മർദ്ദിച്ചോഷനാകുകയും നബിക്കെതിരെ വിമർശനാമുകൾ നെയ്തുവിടുകയും ഭ്രാന്തനെന്ന് മുദ്രകുത്തുകയും ചെയ്തു. എന്നാൽ ചിത്രാത്ത ചിന്തത്തോടും പതറാത്ത പാദത്തോടും കൂടി അവിടുന്ന് പ്രബോധനം തുടരുകയും വെറും 23 വർഷം കൊണ്ട് ധർമ്മത്തിന്റെയും നീതിയുടെയും വെളിച്ചം കാണാത്ത ആ ഭീകര ഹൃദയങ്ങളിലേക്ക് സന്മാർഗത്തിന്റെ പൊൻപ്രഭ ചെരിഞ്ഞുകൊണ്ട് അവരെ ലോകത്തിന്റെ നേതാക്കളുമാക്കി മാറ്റി. ഇത് ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പരിവർത്തനമായി ഇന്നും കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെയാണല്ലോ ചിന്തകന്മാരും എഴുത്തുകാരുമെല്ലാം അവരുടെ നാവും തുമ്പയുടെയും പൂയിക തുമ്പയുടെയും പ്രവാചകനെ പ്രശംസിക്കുന്നത്. സ്വരാജ്യസ്നേഹം ഈമാനിന്റെ ഭാഗമാണെന്ന് പഠിപ്പിച്ച പ്രവാചക സന്ദേശം ഇന്നത്തെ വർത്തമാനകാലത്തെ വളരെയധികം ശ്രേഷ്ഠതയുള്ളതാണ്. മനുഷ്യരോട് മാത്രമല്ല സഹജീവികളോടും കരുണ കാണിക്കാൻ അവിടുന്ന് നമ്മെ പഠിപ്പിച്ചു. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, എന്നാൽ ആകാശത്തിന് അധിപനായ അല്ലാഹു നിങ്ങളോട് കരുണ കാണിക്കുമെന്നും അവിടുന്ന് നമ്മെ പഠിപ്പിച്ചു. അങ്ങനെ എന്തെല്ലാം പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചു. അനാഥ കുട്ടിയുടെ മുമ്പിൽ വെച്ച് സ്വന്തം കുട്ടിയെ ലാളിക്കരുതെന്നും ദരിദ്രന്റെ മുമ്പിൽ വെച്ച് പണത്തിന്റെ ഹുക്ക് കാണിക്കരുതെന്നും നമ്മെ പഠിപ്പിച്ചു. പള്ളപ്പക്ഷിയിൽ നിന്നും അതിന്റെ കുഞ്ഞിനെ വേർപെടുത്തി അനുചരയുടെ അതിനെ തിരികെ വെച്ച് കരുണ കാണിക്കാൻ പ്രവാചകൻ പഠിപ്പിച്ചത് ഇതിന്റെ ഉദാഹരണമാണ്. മരണവേദനയിൽ പോലും പ്രവാചകൻ തന്റെ വേദനയെ പറ്റിയല്ല ഓർത്തത്. എന്റെ ഉമ്മത്തിന് സംഭവിക്കും എന്നോർത്താണ് പ്രവാചകൻ കരഞ്ഞത്. അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മുടെ ദീൻ സ്വന്തം ഉമ്മയെക്കാളും സ്വന്തം ഉപ്പയെക്കാളും എന്തിനു പറയണം സ്വന്തം ശരീരത്തെക്കാൾ പോലും പ്രവാചകനെ സ്നേഹിക്കാൻ നമ്മെ പഠിപ്പിച്ചത്. അത് വെറുതെയാണ് സഹോദരങ്ങളെ. നബിയുടെ ജീവിതം മാതൃകയാക്കി അതിലെ സുന്നത്തുകൾ നമുക്ക് പാലിക്കാൻ കഴിയണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് വിരാമം വിടാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.